പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് CPIM. പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവർക്കായാണ് സ്മാരകം നിർമ്മിച്ചത്. ഈ മാസം 22-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 2015 ജൂൺ 6-നാണ് പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടയിലെ കാക്രോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. CPIM പ്രവർത്തകരായിരുന്ന ഷൈജു, സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 4 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി AKG നഗറിലെ പാർട്ടി വക ഭൂമിയിൽ. 2016 മുതൽ ഷൈജു, സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു. CPIM രക്തസാക്ഷികളുടെ ഔദ്യോഗിക പട്ടികയിലും ഇരുവർക്കും ഇടം നൽകി. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷിത്വമെന്ന ഔദ്യോഗിക വിശദീകരണം. പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിയാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ മാസം പാനൂർ മൂളിയത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPIM അനുഭാവിയായ ഷെറിൻ കൊല്ലപ്പെട്ടിരുന്നു. 24 കണ്ണൂർ. ബുധനാഴ്ചയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്മാരകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. ആ വാർത്തയ്ക്കൊപ്പം നടക്കാനില്ലെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ ഉദ്ഘാടനം നടക്കട്ടെ എന്ന് പ്രതികരിച്ചു. ആ വാർത്തൻ്റെ അപ്പുറം പോകാൻ ഞാനില്ല പറഞ്ഞില്ലേ? നോക്കാം പങ്കെടുക്കട്ടെ, നോക്കട്ടെ. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം. സജോ, ഇതിപ്പോൾ പാനൂർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായിട്ടൊക്കെ ഉണ്ടായ ഒരു ബോംബ് സ്ഫോടനം, അതിലൊരു CPIM അനുഭാവി കൊല്ലപ്പെട്ടത്, അതൊക്കെ അന്ന് വലിയ വാർത്തയാകുന്നു. പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ ഈ തരത്തിലേക്കൊരു സ്മാരകം നിർമ്മിക്കുന്നു, അത് ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തുന്നു. അദ്ദേഹം ഇന്ന് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഈ വാർത്തയ്ക്കൊപ്പം നടക്കാനില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും പ്രതിപക്ഷം ഈ വിഷയത്തിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ? അനുജ, ഇന്നിപ്പോൾ അല്ലെങ്കിൽ സമീപകാലത്ത് CPIM പുതുതായി സ്വീകരിച്ചൊരു നിലപാടിൻ്റെ തുടർച്ചയല്ല. 2015 ജൂൺ 6-നാണ് ഇരുവരും 2 CPIM പ്രവർത്തകർ സുബീഷും ഷൈജുവും കൊല്ലപ്പെടുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ CPIM അവരെ ഔദ്യോഗിക രക്ഷസാക്ഷികൾ എന്ന നിലയ്ക്ക് തന്നെ കണ്ടു തുടങ്ങി. 2016 മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ വർഷം വരെ കൃത്യമായി എല്ലാ ജൂൺ 6-നും രക്തസാക്ഷി ദിനാചരണങ്ങൾ വിപുലമായി തന്നെ CPIM ആചരിച്ചു പോരുന്നുമുണ്ട്. അതിൽ സംസ്ഥാന സെക്രട്ടറി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും പ്രാദേശിക നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ കാലം എന്നത് 2015 ജൂൺ മാസം ആ കാലയളവെന്നത് OK വാസു മാസ്റ്റർ BJPയിൽ നിന്ന്, പാനൂർ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്, അദ്ദേഹം BJPയിൽ നിന്ന് CPIM പാളയത്തിലേക്ക് എത്തിയൊരു ഘട്ടമാണ്. അതിനുശേഷം തുടർച്ചയായ ആക്രമണങ്ങൾ BJP RSS സംഘങ്ങൾ നടത്തി. അതിനെ പ്രതിരോധിക്കേണ്ടത് പാർട്ടിയുടെ അവിടുത്തെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അതായത് അവർ തുറന്നു തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി തുറന്നു തന്നെ പ്രാദേശിക നേതാക്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് ഇരുവരും കൊല്ലപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ വിചാരണയടക്കം ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ആ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പരിക്കേറ്റവരും ആ സമീപത്തിലുള്ള മറ്റു ചില ആളുകളുമൊക്കെ ചേർത്ത് CPIM പ്രവർത്തകരോ അനുഭാവികളോ ആയ ആളുകൾക്കെതിരെ കേസെടുക്കുകയും അതിൻ്റെ വിചാരണ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് തീർന്നിട്ടില്ല. അതുകൊണ്ട് ആ കേസ് തീർന്നാൽ മാത്രമേ കോടതിയുടെ അന്തിമ വിധി വരും വരെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന ഒന്നാമത്തെ ന്യായവാദം പറയുന്നു. 2, അവിടെ ഇങ്ങനെ ഏകപക്ഷീയ ആക്രമണം ഉണ്ടായി, ഒരാൾ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു, OK വാസു മാസ്റ്റർ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ തുടർച്ചയായ ഏകപക്ഷീയ ആക്രമണം ഉണ്ടായപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധം ഒരുക്കിയത്. അങ്ങനെ ഒരു പ്രതിരോധമാണ് ആ ബോംബ് നിർമ്മാണം. അതുകൊണ്ട് രക്തസാക്ഷികളെ അപമാനിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ന്യായവാദമാണ് CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. CPIM ഏതെങ്കിലും നിലയ്ക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. CPIM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് അവിടെ ഈ സ്മാരക സ്തൂപം അനാച്ഛാദനം ചെയ്യുക. അദ്ദേഹം അവിടെ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. CPIMന്റെ ഔദ്യോഗിക നിലപാട് ഈ കാര്യത്തിൽ ഇങ്ങനെയാണ്. അവർ ഏതെങ്കിലും നിലയ്ക്ക് അത് ബോംബ് ഇടയുണ്ടായ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന നിലപാട് CPIM ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ശരി, ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി, അതിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിയുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി എത്തുന്നു. ബുധനാഴ്ചയാണ് ഉദ്ഘാടനം. എന്നാൽ അതിൽ നിലവിൽ പ്രതികരിക്കാനില്ല. ഉദ്ഘാടനം നടക്കട്ടെ എന്നതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്.